ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിവിത്രിറ്റി കോഴികളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വിവിത്രിറ്റി കോഴികൾ ഇപ്പോൾ ഇവർ 23 ആൾക്കാരാണുള്ളത്, അല്ല 22 ആൾക്കാരാണുള്ളത്. ഒരാൾ അസുഖമായിട്ട് ചത്തുപോയിട്ടുണ്ടായിന്, രണ്ടാൾക്കാരെ അന്നേരം പാമ്പും പിടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇവർക്കിപ്പോൾ ഞാൻ ലെയർ മേശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുട്ടയിടാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ലെയർ മേശും നമ്മുടെ ഗ്രോവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവർക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോഴികൾ വാങ്ങിയെടുത്തുനിന്ന് അവർ തന്നെ വാട്സാപ്പ് വഴി നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഇപ്പം ഗ്രോവറും നമ്മൾ ലെയർ മേശും കൂടെ മിക്സ് ചെയ്തിപ്പോൾ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം മുട്ടയിടാനായിന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പം തന്നിട്ട് തന്നെ 2 മാസമായി ഞാൻ വാങ്ങിയിട്ട്. ഏപ്രിൽ ലാസ്റ്റോടെയാണ് ഞാൻ വാങ്ങിയത്. 3 മാസമായ കോഴികളെ വാങ്ങിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം മുട്ടയിടേണ്ട ടൈം കഴിഞ്ഞു. 4.5 മാസത്തിലിടുന്നതാണെങ്കിൽ ഇപ്പോൾ 5 മാസം ആവാൻ പോകുന്നു. ഞാൻ കൊണ്ടുവന്നിട്ട് 3, ഇപ്പോൾ 24 ജൂൺ 24ലേക്ക് ഇവർക്ക് 5 മാസം തന്നെയായി. വിരമരുന്നെല്ലാം മുന്നേ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ പ്രകാരം തന്നെ വിരമരുന്നെല്ലാം കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തീറ്റ കൊടുക്കുന്നത് ലെയറും ഗ്രോവറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ലെയർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കുരുകുരുവായിട്ടുള്ള പൊടികളെല്ലാം തിന്നുന്നു. ഈ ചോളത്തിൻ്റെ ആയാലും നുറുക്കെല്ലാം തിന്നുന്നു. പക്ഷേ ലാസ്റ്റ് വരുന്ന പൊടികൾ അങ്ങനെ പാത്രത്തിൽ ബാലൻസായി കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ കുറച്ച് തവിടാണ്, നമ്മുടെ അവിൽ തവിടാണ്, അരിത്തവിടല്ല, അവിൽ തവിട്. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രോവർ, പിന്നെ നമ്മൾ ഈ മേശ് തീറ്റയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പുട്ടിന് നനക്കുന്ന പരുവത്തിൽ നനച്ചെടുത്തിട്ടാണ് ഇപ്പോൾ അവർക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ അവർ ഇത് തിന്ന് തീർക്കുന്നില്ല. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് തന്നെ പകൽ സമയം കൊടുക്കുമ്പോൾ മാത്രമാണ് കേട്ടോ. രാവിലെ ഞാനൊരു 8:30 9 മണി അതിനുള്ള തീറ്റ കൊടുക്കും. ആ സമയത്താണ് ഞാനിങ്ങനെ കുഴച്ച് കൊടുക്കുന്നത്. രാത്രി കൊടുക്കുന്ന തീറ്റ ഇങ്ങനെ കൊടുക്കലില്ല. എന്താ വെച്ചാൽ രാവിലെ കൊടുക്കുന്നത് കംപ്ലീറ്റായി തീർന്നതിന് ശേഷം രാത്രി ലെയർ മേശ ഇല്ല പൊടിത്തീറ്റ അങ്ങനെ നനക്കാണ്ട് ഇട്ട് കൊടുക്കൽ. മഴ കൂടുതലായ സമയമായതുകൊണ്ട് തന്നെ പൂപ്പലെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ അസുഖങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ പുറകെ വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. രാത്രി ഇങ്ങനെ നനച്ചിട്ടൊന്നും കൊടുക്കാത്തത്. അതുപോലെ രാത്രി ഒരു 10 മണി വരെ കൂട്ടിൽ ലൈറ്റ് ഇട്ട് വെക്കലില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നനച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് തീറ്റ തിന്ന് തീർന്നിട്ടില്ലെങ്കിൽ രാവിലെ വരെ അതങ്ങനെ കിടക്കും. രാവിലത്തേക്ക് അത് മോശം. രാവിലെ വെളിച്ചം വന്നല്ലേ പിന്നെ അതവർ തിന്നാൻ നിൽക്കുമല്ലോ. പകലാകുമ്പോൾ നമുക്കത് പ്രശ്നമല്ല. അവർ ഇരുട്ടുന്നവരെ അവർ തിന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ഇവർക്ക് കുടിക്കേണ്ട വെള്ളം വെച്ച് കൊടുക്കൽ. ഇത് രാവിലെ വെച്ച് കൊടുത്തതാണ്. അതുപോലെ വെള്ളത്തിൻ്റെ അകത്ത് മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് എല്ലാം ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വിമറാളെല്ലാം പോലുള്ള സാധനങ്ങൾ ഞാൻ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒസോമിനാന്ന് അവർക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് വെള്ളം വെക്കാൻ വേണ്ടി 2 പാത്രമുണ്ട്. ഒന്നെടുത്ത് മാറ്റുമ്പോൾ അടുത്തത് അങ്ങനെ കഴുകി വൃത്തിയാക്കി ഒന്ന് ആറ്റിയിട്ടെല്ലാം ഞാൻ വെള്ളം കൊടുക്കാൻ എടുക്കലേ. ഇവരെ വളർത്തിയിട്ട് ഇതുവരെ ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ട്. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇത് ഇത്രയും മരുന്ന് ഞാനിപ്പം മൃഗാശുപത്രിയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ടതാണ് കേട്ടോ. വിവിത്രിറ്റി കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തന്നതാണ്. അത് മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ് ഈ പച്ചക്കുപ്പീൻ്റെ അകത്തുള്ളത്. അതുപോലെ ഇത് വൈറ്റമിൻ എ, പച്ചപ്പുല്ലെല്ലാം കൊടുക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോണിക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. ഈ ഒരു ബോട്ടിൽ മരുന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. ഇതെനിക്ക് ആ ഡോക്ടർ അവർക്ക് സാമ്പിൾ കിട്ടിയതിൻ്റെ അതിനകത്ത് എനിക്ക് എടുത്തു തന്നതാണ്. തൽക്കാലം ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിമറാളൊന്നും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് പകരമായിട്ട് എനിക്ക് തന്നതാണ്. തൽക്കാലം ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കൂടാണ്ട് മുട്ടയിടുന്ന കോഴികൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു പൊടിയാണ്. നമ്മൾ ഈ മുട്ടത്തോടെല്ലാം പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ടൈപ്പ് ഒരു വെളുത്ത കളർ പൊടിയാണ്, കാൽസ്യത്തിനുള്ള പൊടിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പോൾ പറഞ്ഞു മുട്ടത്തോടെ ഞാൻ കൊടുക്കലെന്ന് പറഞ്ഞു. മുട്ടയുടെ തോടിനകത്ത് മുട്ടയുടെ അംശം എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ഭാവിയിൽ മുട്ട കൊത്തി കുടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ അറിവില്ല അതിനെപ്പറ്റി. അതുകൊണ്ട് അതിനേക്കാൾ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഈ പൊടിയാണെന്ന് പറഞ്ഞിട്ട് തീറ്റ ചേർത്ത് കൊടുത്തു തന്നിട്ട് അങ്ങനെ തന്നതാണ്. മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, മുട്ടയിടുന്നതിന് മുന്നേ കുറച്ച് തീറ്റ ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. ഒരളവെല്ലാം ഉണ്ട് കൊടുക്കുന്നതിന്. അപ്പോൾ ഞാൻ ഈ ഒരു പിടിപോലെ ഇങ്ങനെ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഇത്തിരി കൊടുക്കുന്നില്ലോ. അത് ഏത് തീറ്റയാണോ കൊടുക്കുന്നത് അതിൽ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മുട്ടക്കോഴിക്ക് എന്നല്ല, നമുക്ക് ഈ മൃഗാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഏത് കോഴികൾക്ക് കൊടുക്കേണ്ട മരുന്നായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടും. വിരമരുന്നായാലും എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും. എന്നോട് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിരമരുന്ന് വേണമെന്ന്. അപ്പോൾ ഞാൻ വിരമരുന്ന് മുന്നേ വാങ്ങിച്ചു വെച്ചത് ഉണ്ടായതുകൊണ്ട് അതന്നെ കൊടുക്കുക ചെയ്തത്. പിന്നെ ഇതാണ് കേട്ടോ ആ മരുന്ന് എന്ന് പറഞ്ഞത്, വൈറ്റമിൻ എ സാമ്പിൾ കിട്ടിയ മരുന്ന്. നല്ല മഞ്ഞ കളർ മരുന്നാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുന്ന സിങ്കോവിറ്റിൻ്റെ എല്ലാം ഒരു കളറാണ് ഈ ഒരു മരുന്നിനും ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. 5 ml വെച്ചിട്ടാണ് കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ ഉച്ച സമയത്തെല്ലാം ഞാൻ ഇതുപോലെ പച്ചിലകളെല്ലാം എന്തെന്നാ കിട്ടുന്ന വെച്ചാൽ അത് കെട്ടിത്തൂക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇന്നിപ്പോൾ ഇവർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ധൃതരാഷ്ട്രപ്പച്ചേൻ്റെ ഇലയാണ് കേട്ടോ. നമ്മുടെ ഇടയിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു കാടിൻ്റെ ഇലയാണ്. എനിക്ക് കൂടുതലായിട്ടും കോഴികൾക്ക് കൊടുക്കാൻ കിട്ടുന്നത് ഈ ഒരു ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ.
കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. താങ്ക്